ഗുഡ് ഈവനിംഗ് ഡേയ്സ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇലിക്കൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. നിഫ്റ്റി അങ്ങനെ തുടർച്ചയായ 7ാമത്തെ ദിവസമാണ് ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തത്. 24,650 നിഫ്റ്റി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഏകദേശം ഒരു 19,000 കോടി രൂപയ്ക്ക് മുകളിൽ FISൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സെല്ലിംഗ് ഉണ്ട്. കൂടാതെ ഇന്ത്യ US ട്രേഡ് അതൊരു ക്ലാരിറ്റി ഇല്ല. IT കമ്പനീസിനെല്ലാം തന്നെ H1B വിസയുടെ ഇഷ്യൂ, ഫാർമ കമ്പനീസിന് 100% താരിഫ് ഫിയർ, അതൊക്കെ തന്നെയാണ് മാർക്കറ്റിനെ ഇപ്പോൾ പിന്നോട്ട് വലിക്കുന്നത്. ഈ ഒരാഴ്ച ഒക്ടോബർ 1-ാം തീയതി RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഉണ്ട്. ഈ തവണത്തെ നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ അന്നത്തെ ദിവസം വരും. ഒക്ടോബർ 2-ാം തീയതി മാർക്കറ്റ് അവധിയാണ്. അതുകൊണ്ട് തന്നെ സെൻസെക്സിൻ്റെ എക്സ്പയറി ഷിഫ്റ്റ് ചെയ്യപ്പെടും ബുധനാഴ്ച ദിവസത്തിലേക്ക്. ഇന്ന് മാർക്കറ്റിൽ ഓയിൽ മേക്കിംഗ് കമ്പനീസ് മികച്ചൊരു പ്രകടനം നടത്തി. ഓയിൽ മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരി അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് കമൻ്റാണ് ഈ ഓയിൽ മേക്കിംഗ് കമ്പനീസിന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. ഭാരത് ഇലക്ട്രോണിക്സ് കമ്പനി അവർക്ക് 30,000 കോടി രൂപയുടെ ഓർഡർ കിട്ടിയ ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കൂടാതെ തന്നെ ഗോൾഡിൻ്റെ വില കുറേ കൂടുന്നുണ്ട്, സ്റ്റിൽ മുകളിലേക്ക് പോകുന്നുണ്ട്. മുത്തൂറ്റും മണപ്പുറവും എല്ലാം തന്നെ അതിൻ്റെ റാലി തുടരുന്നു. ഓയിൽ ഇന്ത്യ നമ്മൾ രാവിലെ ഈ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൻ്റെ ഭാഗത്ത് അവർക്ക് ഒരു പുതിയ ഓയിൽ എക്സ്പ്ലോറേഷൻ കമ്പനി ഐഡൻറ്റിഫൈ ചെയ്തു. കമ്പനി ഇന്ന് പോസിറ്റീവിൽ റിയാക്ട് ചെയ്തു. വാസ്കോൺ എഞ്ചിനീയറിംഗ് കമ്പനി 20% അപ്പർ സർക്യൂട്ടാണ്. അദാനി ഇൻഫ്രയുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു. ഇതും നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഷിപ്പിംഗ് കമ്പനീസ് ഇന്നൊരു ശക്തമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അവരുടെ ഭാഗത്തുനിന്ന് കണ്ടു. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. നിഫ്റ്റിയുടെ ചാർട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഒരു റാലിക്ക് വേണ്ടി ശ്രമിച്ചു, പിന്നീട് ഫോളോ ചെയ്തു, പിന്നീട് റാലിക്ക് വേണ്ടി ശ്രമിച്ചു, പിന്നീട് ഫോളോ ചെയ്തു. 19 പോയിൻറ്റ് കൺസോൾട്ടേഷനാണ്, നെഗറ്റീവ് കൺസോൾട്ടേഷൻ. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പ്ലസ് ആണ്. ഇന്ത്യ വിക്സ് ഇന്ന് 1.68% ക്രാഷായി ഏറ്റവും താഴെ നിന്നാണ് റീഡ് ചെയ്യുന്നത്. ജപ്പാൻ മാർക്കറ്റ് ഇന്ന് 310 പോയിൻ്റ് ഇടിവ്. എന്നാൽ കൊറിയ, ചൈന, ഓസ്ട്രേലിയയെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ബിറ്റ്കോയിൻ 2,600 പോയിൻ്റ് റാലി. ഡോ ഫ്യൂച്ചർ 160 പോയിൻ്റ് പ്ലസ്സിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. നിഫ്റ്റി പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ഗോൾഡ് നോക്കാം. ഏറ്റവും മിഡിലായിട്ട് $63 അഥവാ 1.69% റാലിയാണ് ഗോൾഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. $3,823 പെർ ഔൺസ് ആയിട്ടുണ്ട്. ഗോൾഡ് അൺടച്ചബിൾ ആയിട്ടുള്ളൊരു അസറ്റ് ക്ലാസ്സായി മാറി. ഇനി നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. ഓപ്പൺ ഇൻട്രസ്റ്റിൽ ഇന്നലത്തേനും കുറച്ചും കൂടി ഭേദപ്പെട്ട രീതിയിലാണ് PCR 0.6 ആയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് തന്നെയാണ് ഉള്ളതെങ്കിലും 24,000 24,500 മേജർ സപ്പോർട്ട് സോണുകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് റീഡ് ചെയ്യേണ്ടത് ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെയാണ്. കൂടുതൽ കോൾ ഓപ്ഷൻ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഗൂഗിൾ ചെയ്യുക. കാരണം കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടു, കൂടുതൽ കോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്, അല്ലാതെ കൂടുതൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലൂടെ അല്ല. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. കൊച്ചിയിൽ ഈ ഒരാഴ്ച നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനും ജോയിൻ ചെയ്യാം. ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ നമുക്ക് എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ്, വിവിധ ഇനത്തിലുള്ള എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സുകളും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും പഠിക്കാം കുറഞ്ഞ ഫീസിൽ. സ്റ്റോക്കുകളുടെ ന്യൂസിലേക്ക് വരാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. ടാറ്റ മോട്ടേഴ്സ് ഇവരുടെ JLRൻ്റെ പ്രൊഡക്ഷൻ പാർഷ്യലി ഇവർ റെസ്യൂം ചെയ്തു. പ്രീമിയർ എനർജി കമ്പനി അവർക്ക് $19 മില്യൺ ഒരു ഓർഡർ ലഭിച്ചു. L&T കമ്പനി ഇവർ $700 മില്യൻ്റെ ഒരു ട്രേഡ് ഫെസിലിറ്റി ഓർഡർ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. $700 മില്യൺ. V2 റീറ്റെയിൽ കമ്പനി 8 മുതൽ 10% വരെ ഇവരുടെ സെയിൽസ് വോളിയം ഫെസ്റ്റീവ് സീസൺ വരെയാണ് കമ്പനി ടാർഗറ്റ് ചെയ്യുന്നു. റെയിൽടെയിൽ കമ്പനി 37 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ബ്ലൂ ഡാർട്ട് കമ്പനി ലോജിസ്റ്റിക് കമ്പനിയാണ്. 9 മുതൽ 12% വരെ ഇവരുടെ ഈ ഷിപ്മെൻറ്റ് ചാർജ് ഇവർ ഹൈക്ക് ചെയ്യുന്നുണ്ട്. ബെൽ കമ്പനി 1,092 കോടി രൂപയുടെ ഓർഡർ കിട്ടി. സാഗിൾ പ്രീപെയ്ഡ് കമ്പനി ഇവർ ഗ്രീൻ എഡ്ജ് എന്ന് പറഞ്ഞ കമ്പനീനെ 100% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. PN ഗാഡ്ജൽ ജ്വല്ലേഴ്സ് കമ്പനി നാഗ്പൂർ ഇവരുടെ പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്തു. ഈ ദിവാലിക്കൊക്കെ എല്ലാം തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് ഓൾറെഡി റാലി രേഖപ്പെടുത്തുമെന്ന് പറയേണ്ട കാര്യമില്ല. അക്സിസൈഡ് ടെക്നോളജി കമ്പനി ഇന്ന് നേവിയുടെ ഭാഗത്തുനിന്ന് 8 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. റാഡിക്കോ കൈത്താൻ സ്പിരിറ്റ് കമ്പനിയാണ്. UP ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. NR അഗർവാൾ ഇൻഡസ്ട്രീസ് കമ്പനി
ഇവരുടെ വാപ്പിയിലുള്ള പ്ലാന്റ് ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ നിർത്തിവെച്ചിരുന്നു. പ്രൊഡക്ഷൻ ഇപ്പോൾ പുനരാരംഭിച്ചു. സ്റ്റോക്ക് ഇന്ന് പോസിറ്റീവ്ലി റിയാക്ട് ചെയ്തിട്ടുണ്ട്. സൈബർ ടെക് സിസ്റ്റം കമ്പനി 20 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്ന എന്നുള്ള ന്യൂസ് സ്റ്റോക്ക് ഇന്ന് പോസിറ്റീവ്ലി റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഉട്ടം സുഗർ കമ്പനി ഇവരുടെ പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യുകയാണ്, പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തുകയാണ്. വേദാന്ത കമ്പനി മൂഡീസ് വേദാന്തനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ലുപ്പിൻ ഇവർ അക്യൂഫാമ എന്ന് പറഞ്ഞ കമ്പനീനെ അക്യൂർ ചെയ്തു. വീൽസ് ഇന്ത്യ കമ്പനി സൗത്ത് കൊറിയയായിട്ട് ഒരു പുതിയ ഹൈഡ്രോളിക് സിലിണ്ടറിൻ്റെ പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. എല്ലാവർക്കും ന്യൂസ് എത്തിച്ചു കൊടുക്കുക. നാളെ രാവിലെ പ്രീ മാർക്കറ്റും ഉണ്ട് 7:00 മുമ്പായിട്ട്, അതും എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.